ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് അഅ്തസൽതുമൂഹുലേ ഇല്ലല്ല അവിടം വരെ എത്തിയിട്ടുള്ളൂ. കദിബ വരെ എടുത്തു. ഇദ് അഅ്തസൽതുമൂ 16-ാമത്തെ ആയത്ത് കഹ്ഫിലെ വഇദ് അഅ്തസൽതുമൂഹും അങ്ങനെയാണ്. വഇദ് അഅ്തസൽതുമൂഹും ഇവിടെ നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ രണ്ട് നിയമങ്ങൾ ഏതാ? ഹുറൂഫുൽ മദ്ദിന് രണ്ട് നിയമങ്ങൾ. ഒന്ന് വന്നിരിക്കുന്നത് മീമി ഏതാണ് അല്ലല്ലോ, ഒന്നിലേ വന്നിട്ടുള്ളൂ, രണ്ടെണ്ണം ഇല്ല. ഒന്ന് മീമിലാണ് വന്നിരിക്കുന്നത് അല്ലേ? മീമിന് ലമ്മും ശേഷം സുക്കൂനുള്ള വാവും. എത്ര അലിഫ് നീട്ടണം? ഒറ്റ അലിഫ് നീട്ടിയാൽ മതി. കൂടുതൽ നീട്ടാനുള്ള കാരണങ്ങളൊന്നും വന്നിട്ടില്ല. വഇദ് അഅ്തസൽതുമൂഹും. അത് കഴിഞ്ഞിട്ട് വമ എന്ന് പറയുമ്പോഴും ഇതേ വിഷയം തന്നെ. ഹുറൂഫുൽ മദ്ദാണ് വന്നിരിക്കുന്നത്. ഫത്തഹിന് ശേഷം അലിഫ് എന്നുള്ള ഹുറൂഫുൽ മദ്ദാണ്. ഒരു അലിഫ് നീട്ടുക. അത് നമുക്ക് ഇനി വിശദീകരിക്കേണ്ട, സ്പീഡ് പോവാം. യഅ്ബുദൂന അവിടെയും സെയിം. ദാലിന് ലമ്മു ശേഷം സുക്കൂനുള്ള വാവ് വന്ന് ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ഇല്ലല്ലാഹ എന്നുള്ളിടത്തോ ലാമിന് നീട്ടാനില്ല കേട്ടോ. അവിടെ ഫത്തഹിന് ശേഷം അലിഫ് കാണുന്നുണ്ട് എങ്കിലും അവിടെ നീട്ടൂല. കാരണം എന്താണ്? ഇല്ലാല്ലാഹ എന്ന് പറയത്തില്ല, രണ്ട് സുക്കൂൺ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ കളയും. പക്ഷെ നിർത്തുകയാണെങ്കിലോ, ഇല്ലയിൽ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുക? വമായഅ്ബുദൂന ഇല്ലാ എന്ന് നിർത്തും. അങ്ങനെ നിർത്തുന്നത് നല്ലതല്ല. ഇല്ല എന്നുള്ളത് അക്ഷരമായതുകൊണ്ട് അവിടെ നിർത്തുന്നത് നല്ലതല്ല, അർത്ഥവും ശരിയാവൂല. ഓക്കെ, അപ്പോൾ ഇല്ലല്ലാഹ എന്നുള്ളത് പ്രധാനപ്പെട്ട നിയമം ഏതാ? നമ്മുടേത് അള്ളാഹ് എന്ന വാക്കിൽ നിയമമാണ്. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, അള്ളാഹ് എന്ന വാക്കിൽ രണ്ട് നിയമങ്ങൾ മസ്റ്റായിട്ട് പറയണം. അതിൽ ഒന്നെന്താണ്? അള്ളാഹ് എന്ന വാക്കിലെ ലാമിനെ കനപ്പിക്കണോ ലഘുവാക്കണോ എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹ് എന്ന വാക്കിലെ ലാമിനെ എന്താ ചെയ്യേണ്ടത്? കനപ്പിക്കണം. കാരണം എന്താ? സിമ്പിൾ. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൽ അള്ളാഹ് എന്ന വാക്കിലെ ലാമിനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താ വന്നിരിക്കുന്നത്? ഇല്ലല്ലാഹ എന്ന് പറയുമ്പം അള്ളാഹ് എന്ന വാക്കിലെ ലാമിന് മുമ്പ് ഉള്ള അക്ഷരം ഏതാ? ലാമ് തന്നെ. ഇല്ല എന്നുള്ളതിൽ ലാമ്. ആ ലാമിന് എന്താ വന്നിരിക്കുന്നത്? ഫതഹ്. ഇപ്പോൾ ഫതഹോ ലമ്മാണ് മുമ്പിൽ വരുന്നതെങ്കിൽ കനപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇല്ലല്ലാഹ. അപ്പോൾ ഒരു നിയമം അതിനകത്ത് കഴിഞ്ഞു. അടുത്ത നിയമം ഏതാണ്? ഇല്ലല്ലാഹയിൽ അള്ളാഹുവിൽ എന്താണ് നിയമം? രണ്ടാമത്തെ നിയമം എന്താ പദത്തിൽ? ഹുറൂഫുൽ മദ്. നോക്കിയാൽ കാണത്തില്ല, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ നീട്ട് ഫത്തഹ് അല്ലെങ്കിൽ ഫത്തഹിന് ശേഷം അലിഫുള്ള എന്തുണ്ട്? ഹുറൂഫുൽ മദ് ഉണ്ട്, പക്ഷേ എഴുത്തിൽ കാണൂല. അത് നമ്മൾ നീട്ടിയല്ലേ പറയുന്നത്. ഇല്ലല്ലാഹ എന്നാണ് പറയുന്നത് അല്ലല്ലോ. ഇല്ലല്ലാ നീട്ടി ഒരലിഫ് നീട്ടിയാണ് പറയുന്നത്. ഹുറൂഫുൽ മദ് ഉണ്ട്, ഫതഹിന് ശേഷം അലിഫ് എന്നുള്ളത്. ഓക്കെ, അള്ളാഹ് വാക്കിയ നിയമം നോക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇല്ലല്ലാഹ കഴിഞ്ഞിട്ട് ഫ വു അങ്ങനെ വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാവു അല്ല, ഫാ കഴിഞ്ഞിട്ടുള്ളത് ഹംസയാണ്. ഹംസക്ക് സുക്കൂനാണ്. ഫ വു ആണ്. ഫ വു. ഓക്കെ, ഇവിടെ ഫ വു എന്ന് പറയുമ്പോൾ വാവിന് എന്തുണ്ട്? ലമ്മും ശേഷം സുക്കൂനുള്ള വാവും ഉണ്ട്. ചെറിയ വാവ് കണ്ടില്ലേ? ഹുറൂഫുൽ മദ് ഉണ്ട്. പക്ഷേ ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരലിഫിൻ്റെ അളവ് നീട്ടി വേണം. നമുക്ക് തൽക്കാലം നമുക്ക് മദ്ദിൻ്റെ ക്ലാസ് ചെറിയ ചെറിയ രീതിയിൽ എടുത്തു തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്ര പഠിക്കാം. മദ്ദിൻ്റെ പേര് മാത്രം പഠിക്കാം. നമ്മൾ സാധാരണ പറയുന്നുണ്ടോ ഹുറൂഫുൽ മദ് എന്ന് പറയലില്ലേ? ഏത്? ഫതഹിന് ശേഷം വരുന്ന അലിഫ്, കസറിന് ശേഷം വരുന്ന സുക്കൂണുള്ള യാവ്, ലമ്മിന് ശേഷം വരുന്ന സുക്കൂണുള്ള വാവ്. ഇതാണ് മദ്ദിൻ്റെ ബേസ്. ഇതുണ്ടെങ്കിലേ എന്തുണ്ടാവുകയുള്ളൂ? മദ് ഉണ്ടാവുകയുള്ളൂ. ഇതിന് ശേഷം എന്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ മദ്ദിൻ്റെ കാര്യം പറയുന്നത്? ഹംസ സുക്കൂന ശബ്ദ വരുമ്പോഴാണല്ലോ നമ്മൾ മദ് വരുന്നത്, കൂടുതൽ നീട്ടേണ്ടി വരുന്നത്. അപ്പോൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ശബ്ദോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള മദ്ദിൻ്റെ പേരാണ് മദ് അസ്ലി. മദ് അസ്ലിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? മദ് തബഈ എന്ന് പേരുണ്ട്. ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പം അടിസ്ഥാനപരമായിട്ട് മദ് രണ്ട് വിഭാഗമാണ്. അടിസ്ഥാനപരമായിട്ട് മദ് രണ്ട് വിഭാഗം. ഈ വിഷയം എന്താ? ഇതിനു മുമ്പ് നമ്മുടെ ലാസ്റ്റ് ചെയ്ത നിയമം റായിന് നിയമമല്ലേ അല്ലേ? അതിന് 1-2 പേജുകൾ വിടണേ. മദ്ദിൻ്റെ പേജ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം പേജുകൾ മദ്ദിന് വേണ്ടി വരും. പതിയെ നമുക്ക് പഠിക്കാം.
മദ് രണ്ട് വിഭാഗമാണ്. ഒന്ന് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്തിൽ മദ്ദുൻ അസ്ലിയുൻ എന്നാണ് നമ്മൾ പറയുമ്പോൾ മദ് അസ്ലി എന്ന് പറഞ്ഞാൽ മതി. മദ് അസ്ലിക്കുള്ള വേറൊരു പേരാണ് എന്ത്? മദ്ദുൻ തബീഇയ്യുൻ. നിങ്ങൾ രണ്ട് പേര് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് പഠിക്കണം? ഒരു പേര് പഠിക്കണം. മദ് അസ്ലി എന്നുള്ളത് എന്ത് ചെയ്യുക? പഠിക്കുക. രണ്ടും പഠിച്ചാൽ ഓക്കെ. മദ് അസ്ലി മദ് അസ്ലി എന്താ? മദ് അസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എത്രയേ ഉള്ളൂ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ അതിനെന്തെന്ന് പറയും? മദ് അസ്ലി എന്ന് പറയും. എത്ര അലിഫ് നീട്ടണം? ഒരു അലിഫ് നീട്ടണം. അതായത് നമ്മൾ ഹുറൂഫുൽ മദ് പറഞ്ഞില്ലേ, എവിടെയൊക്കെ ഹുറൂഫുൽ മദ് വരുന്നുണ്ടോ അവിടെ നോക്കുക. ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ പേര് മദ് അസ്ലി. ക്ലിയർ ആണോ? എന്താണ് ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ അതിന് മദ് തബഈ എന്ന് പറയും. മദ് അസ്ലി എന്ന് പറയും. അതിൻ്റെ പേര് മറ്റു പേരാണ് മദ് തബഈ. ഇത് എത്ര അലിഫാണ് നീട്ടേണ്ടത്? ഒരലിഫിൻ്റെ അളവാണ് നീട്ടേണ്ടത്. നമ്മൾ ഇന്നത്തെ പാഠത്തിൽ മദ് തബഈ എവിടെയും വന്നോ? ആദ്യത്തെ വാക്കിൽ മദ് തബഈ വന്നിട്ടുണ്ടോ? മദ് അസ്ലി വന്നിട്ടുണ്ടോ? വഇദ് അഅ്തസൽതുമൂ എന്ന് പറയുമ്പോൾ എന്താണ്? മീമിന് ലമ്മ് ശേഷം സുക്കൂനുള്ള വാവ് വന്നു, ഹുറൂഫുൽ മദ് വന്നു അല്ലേ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂന ഷദ്ദ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെന്തെന്ന് പറയും? മദ് അസ്ലി എന്ന് പറയും. ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഹുറൂഫുൽ മദ്ദിന് ശേഷം, അപ്പോൾ ഹുറൂഫുൽ മദ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലെപ്പോൾ ഉണ്ടാവണം. ആ മൂന്നെണ്ണം. ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ, സുക്കൂൻ, ഷദ് ഇവയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതിന് മദ് അസ്ലി എന്ന് പറയുന്നു. നീട്ടേണ്ട അളവ് ഒരു അലിഫ്. ഹുറൂഫുൽ മദ്ദിൽ നീട്ടുന്ന അതേ കാര്യം തന്നെ. ഞാനൊരു ഉദാഹരണം എഴുതാം. ആ ഉദാഹരണത്തിൽ ഹുറൂഫുൽ മദ് മൂന്നും വരുന്നൊരു ഉദാഹരണം എഴുതാൻ പോവാ കേട്ടോ. എന്താണ് ഉദാഹരണം? ഊതീന. ഊതീന എന്നുള്ളിടത്ത് ആദ്യം ഹംസക്ക് വന്നിരിക്കുന്ന ഹുറൂഫുൽ മദ് ഏതാ? ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് അല്ലേ? ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം തൊട്ടുടനെ ഹംസയെ സുക്കൂനോ ഷദ്ദോ വല്ല വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിരിക്കുന്നത് തായാണ്. തായിന് കസറ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹംസയെ എത്ര അലിഫാണ് നീട്ടേണ്ടത്? നമ്മൾ ഒരു അലിഫ്. ആ മദ്ദിൻ്റെ പേരെന്താണ്? മദ് അസ്ലി, മദ് തബഈ. അത് കഴിഞ്ഞ് അടുത്ത തീ എന്ന് പറയുമ്പോൾ, തീ എന്ന് പറയുമ്പോൾ തായിന് കസറും ശേഷം സുക്കൂനുള്ള യാവും വന്നിട്ടുണ്ട്. അതും ഹുറൂഫുൽ മദ്ദാണ്. ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂന ഷദ്ദ വന്നിട്ടുണ്ടോ? ഇല്ല. തായിന് ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ ഹുറൂഫുൽ മദ് പൂർത്തിയായതിന് ശേഷം കേട്ടോ, അതിന് ശേഷം ഹംസയോ സുക്കൂന ശബ്ദം വരാത്തതുകൊണ്ട് അതും മദ് അസ്ലിയാണ്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. തീ. നായിലും അങ്ങനെ തന്നെ. ഫത്തഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്.
അതിനുശേഷം ഹംസ സുക്കൂനും ഷദ്ദൊന്നും വരാത്തത് കൊണ്ട് അത് മദ് അസ്ലിയാണ്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി ഇതിപ്പോൾ ഒരു മദ്ദിൻ്റെ ഒരു വിഭാഗമായി അല്ലേ. അടുത്ത വിഭാഗത്തിൻ്റെ പേര് മദ് ഫറഈ എന്നാണ്. മദ്ദുൻ ഫറഈയുൻ. എന്തായിരിക്കും മദ് ഫറഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ അത് എന്തെന്ന് പറയും? മദ് ഫറഈ എന്ന് പറയും. വന്നില്ല എങ്കിൽ എന്ത് പറയും? മദ് അസ്ലി എന്ന് പറയും. അത് എത്ര അലിഫ് നീട്ടണം? ഒരു അലിഫ് നീട്ടണം. മദ് ഫറഈ എന്ന് പറഞ്ഞാലോ, മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ അതിന് മദ് ഫറഈ എന്ന് പറയും. ഇനി മദ് ഫറഈ തന്നെ കുറേ വിഭാഗമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പതിയെ പഠിക്കാം. അത് ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. അതിനെയാണ് നമ്മൾ ഇത്ര നാൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു അലിഫിൻ്റെ അളവിനേക്കാൾ കൂടുതൽ നീട്ടുന്ന പറയത്തില്ലേ, അത് മദ് ഫറഈയാണ്. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സിൽ സമയത്ത് ഞാൻ എന്തേ പറയുള്ളൂ? ഹുറൂഫുൽ മദ് വരുന്ന സ്ഥലത്ത് നമ്മൾ മദ് അസ്ലി എന്ന് മാത്രമേ പറയുള്ളൂ. അതുപോലെ തന്നെ മദ്ദിന് മദ് ഫറഈ എന്ന് മാത്രം പറയും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയുണ്ടല്ലോ, എന്താ ഫഊ ഇലൽ കഹ്ഫി. അവിടെ യഥാർത്ഥത്തിൽ ഏത് മദ്ദാണ് ഉള്ളത്? മദ് ഫറഈ ആണ്. മദ് ഫറഈയുടെ ഏത് വിഭാഗം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അത് പഠിച്ചതിന് ശേഷം പറഞ്ഞു എഴുതണം. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? മദ്ദുൻ ഫറഈ. ഇത് വായിക്കട്ടെ, ഇത് കഴിഞ്ഞില്ലേ? തൊബീഇന്ന് പറയാം, തൊബീഇന്ന് പറയാം. ഓക്കെ, ഇനി മറ്റടുത്ത് കണ്ടാൽ കുഴപ്പമില്ല, രണ്ടൊരു അർത്ഥത്തിൽ സെയിം തന്നെ വരുന്നത്. പിന്നെ അപ്പൊ രണ്ടാമത്തെ വിഭാഗത്തിന്റെ പേരെന്താണ്? മദ്ദുൻ ഫർഈയുൻ. ഐനാണ് കേട്ടോ, ഫർഈയുൻ. ഓക്കെ, മദ് ഫർഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ എഴുതണോ? ഇത്ര വ്യത്യാസം വരുത്തിയാൽ മതി. നേരത്തേയിൽ എത്ര വ്യത്യാസം വരുത്തിയാൽ മതി? ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നില്ലെങ്കിൽ എന്നുള്ളിടത്ത് വന്നാൽ എഴുതിയാൽ മതി. പിന്നെ ലാസ്റ്റത്തെ വരെ എഴുതരുത്. ഏത് എത്ര അലിഫ് നീട്ടണം എന്നുള്ളത് ഇപ്പോൾ മെൻഷൻ ചെയ്യരുത്. കാരണം മദ് ഫറഈയുടെ ഓരോ വിഭാഗവും വ്യത്യസ്ത രീതിയിലാണ് നീട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് മെൻഷൻ ചെയ്യേണ്ട. എത്ര മനസ്സിലാക്കുക? ഒരു അലിഫ് നീട്ടിയാൽ പോരാന്ന് മാത്രം മനസ്സിലാക്കുക. ഒന്നിൽ കൂടുതൽ നീട്ടുക. ഇനി മദ് ഫറഈന് അടിസ്ഥാന മദ് ഫറഈന് 4 വിഭാഗമുണ്ട്. മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിം, മദ് ആരിദ്. അതിൽ മദ് ലാസിം തന്നെ 4 വിഭാഗമുണ്ട്. കിൽമി മുസക്കൽ, കിൽമി മുഖഫഫ്, ഹർഫി മുസക്കൽ, ഹർഫി മുഖഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പതിയെ പതിയെ പഠിക്കും. ഒറ്റയടിക്ക് പഠിച്ചാൽ ശരിയാവത്തില്ല. വേണമെങ്കിൽ പറയാം, ഇവിടെയുള്ള മദ് മുൻഫസിലാണെന്ന് പറയാം. മദ് ഫറഈൽപ്പെട്ട മദ് ഫറഈ 4 വിഭാഗം എന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ട മദ് മുൻഫസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മദ് മുൻഫസിലായി? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ നെക്സ്റ്റ് പദത്തിൽ വന്നതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇപ്പം ഇത്രയും പഠിക്കാം. പെട്ടെന്ന് പയ്യെ തിന്ന പനയും തിന്ന. അപ്പം ഇപ്പം ഇനി നമ്മൾ എങ്ങനെ പറയുള്ളൂ? മദ് അസ്ലി, മദ് ഫറഈന്നേ പറയുള്ളൂ. കാരണം പറയാം, ഇനി നമുക്ക് ആ ശൈലിയിലേക്ക് വരണം. ഇനി ഹുറൂഫുൽ മദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മദ് അസ്ലി, മദ് ഫറഈ. ഓക്കെ, അതിന്റെ കാരണം എന്തായിരിക്കും? ഹുറൂഫിൽ 3 സാധനങ്ങൾ വരിക. എവിടെ വരണം? എന്തിനു ശേഷം വരണം? ആ 3 കാര്യങ്ങളുണ്ടല്ലോ. അത് എപ്പോൾ വന്നാലാ മദ്ദാകുക? അത് 3 കാര്യങ്ങൾ. ഹംസ, സുക്കൂൻ, ഷദ്. ഇത് എവിടെ വരണം? എന്തിനു ശേഷം വരണം? മീമിന് ശേഷമോ? ഹുറൂഫുൽ മദ്ദിന് ശേഷം. ഹുറൂഫുൽ മദ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഉണ്ട് ഹുറൂഫുൽ മദ്? 3 ഫതഹിന് ശേഷമുള്ള അലിഫ്, കസറിന് ശേഷമുള്ള സുക്കൂനുള്ള യാ, ദമ്മിന് ശേഷമുള്ള സുക്കൂനുള്ള വാവ്. ഓക്കെ, അത് എഴുതണ്ട. അത് മനസ്സിൽ വെച്ചാൽ മതി. അത് വീണ്ടും ചോദ്യത്തിലേക്ക് പോകും. പിന്നെ എത്ര അലിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ വെച്ചാൽ മതി അത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഫഊ ഇലൽ കഹ്ഫി. അവിടെ ഏത് അക്ഷരത്തിനാണ് ഹുറൂഫുൽ മദ് വന്നിരിക്കുന്നത്? ഹംസക്കാണ്. നല്ലപോലെ നോക്കിയേ. ഏത് അക്ഷരത്തിനാണ് ഹുറൂഫുൽ മദ് വന്നിരിക്കുന്നത്?
വാവിനാണ് ഹുറൂഫുൽ മദ് വന്നിരിക്കുന്നത് അല്ലേ? ആ ഹുറൂഫുൽ മദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? അലിഫോ? പടച്ച റബ്ബേ, ഹംസ വന്നിട്ടുണ്ട് അല്ലേ? ഇല എന്നുള്ളടത്ത് ഒരു അലിഫ് ഉണ്ട്, പക്ഷെ ആ അലിഫ് അതിനെ മുകളിൽ ചെറിയ 0 ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ? അത് നമ്മൾ പരിഗണിക്കേണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇല എന്ന് പറയുമ്പോൾ ഹംസ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹുറൂഫുൽ മദിന് ശേഷം ഹംസയെ സുക്കൂന ഷദ്ദ വന്ന എന്താണെന്ന് പറഞ്ഞിരുന്നത്? മദ് ഫറഈ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടി വായിക്കണം. എങ്ങനെ? ഇല. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇലൽ കഹ്ഫി എന്തെങ്കിലും നിയമമുണ്ടോ? ഇലൽ കഹ്ഫി ഇല്ല, പഠിച്ച നിയമങ്ങളൊന്നുമില്ല. അടുത്തത് ഇനിയാണ് നിയമം വരാൻ പോകുന്നത്. നോക്കട്ടെ ആരാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. യൻഷുർലക്കും എന്നുള്ളിടത്ത് എത്ര നിയമമുണ്ട്? ആ ഓക്കെ, അത് തന്നെ. റായിൻ്റെ നിയമം മിസ്സായി പോകുന്നുണ്ടെന്നുള്ളതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. യൻഷുർലക്ക് എന്ന് പറയുമ്പോൾ 2 നിയമങ്ങളാണ് അവിടെ ഇതാണ് പ്രധാനപ്പെട്ട നിയമങ്ങളുള്ളത്. ഒന്ന് സാക്കിനായ നൂനുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. സുക്കൂണിലെ നൂന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? ഷീൻ. ഏതാ നിയമം? ഇഖ്ഫ. എല്ലാ പ്രാവശ്യവും ഒരേ ആൾക്കാർ തന്നെ പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാം അങ്ങനെ തന്നെ പറയുന്നത്, അത് നമുക്ക് സങ്കടമാണ്. ഓക്കെ, ഇഖ്ഫ ആണ് നിയമം. 15 അക്ഷരങ്ങളല്ലേ? ഓക്കെ. അപ്പം എന്താ ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യുക? മണിച്ച് വ്യക്തമാക്കേ. വ്യക്തമാക്കൽ ഇൽഹാറിലാണ്. ഇഖ്ഫാവ് വന്നു കഴിഞ്ഞാൽ മറയ്ക്കണം, ഇഖ്ലാബ് വന്നാൽ മറിക്കണം. ഇതെപ്പോഴും മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെ ഇൽഹാറിൻ്റെ അടിസ്ഥാനം എന്താണ്? വ്യക്തമാക്കലാണ്, മണിക്കാൻ പാടില്ല കൂട്ടത്തിൽ. പിന്നെ ഇഖ്ഫാവ് വന്നു കഴിഞ്ഞാൽ മറയ്ക്കണം, പിന്നെ ഇഖ്ലാബ് വന്നാൽ മറിക്കണം. ഇദ്ഗാം ഇതാണ് ബിഗുന്നെ ആവട്ടെ ബിലാവുന്നെ ആവട്ടെ കോമൺ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർക്കലാണ്. കോമൺ കൂട്ടിച്ചേർക്കലാണ്. ഇദ്ഗാം ബിഗുന്നയിൽ മണിച്ചു കൂട്ടിച്ചേർക്കുന്നു, ഇദ്ഗാം ബിലാഗുന്നയിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുന്നു. അപ്പം എല്ലാത്തിൻ്റെ സിമ്പിൾ വശങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇൽഹാറിൽ വ്യക്തമാക്കുന്നു, അതായത് മണിക്കാതെ വ്യക്തമാക്കുന്നു. ഇഖ്ഫായിൽ മറയ്ക്കുന്നു, അഥവാ മറച്ചു മണിക്കുന്നു. ഇഖ്ലാബിൽ മറിച്ചിക്കുന്നു, കൂടുതൽ മണിക്കും കൂടെ ചെയ്യുന്നു. ഇദ്ഗാമിൽ കൂട്ടിച്ചേർക്കുന്നു, ഒന്ന് മണിച്ചു കൂട്ടിച്ചേർക്കുന്നു, ഒന്ന് മണിക്കാതെ കൂട്ടിച്ചേർക്കുന്നു. ഇത് എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. അപ്പം ഇവിടെ എന്താണ്? ഇഖ്ഫ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് മറച്ച് മണിക്കണം. മറച്ച് ആദ്യം മറക്കാൻ നടക്കണം, പിന്നെ മണിക്കണം. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇത് മറച്ച് മണിക്കുക? യൻഷു. ഇനി മറയ്ക്കാതെ മണിച്ചേ അല്ല, മറയ്ക്കാതെ മണിക്കുക. മണിക്കണം, പക്ഷെ മറയ്ക്കാതെ മണിക്കുന്നത് എങ്ങനെയാ? യൻഷുന്ന് നൂനിൻ്റെ സൗണ്ടോടുകൂടി ഉച്ചരിച്ചാൽ എന്തായി? മറക്കൽ നടന്നില്ല, യൻഷു എന്നായി. അങ്ങനെ ഓതരുത്. എങ്ങനെ? യൻഷു. ഓക്കെ. ആ ഉണ്ട്, അങ്ങനെ ഓതലുണ്ട്. തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. ഇസ്ലാം എന്ന് പുറത്താവുന്നില്ല. ഓത്തിന്റെ ശരിയായ ശൈലിയല്ല. തീരെ മറയ്ക്കലും മണിക്കലും ഇല്ല തോന്നുന്നില്ലേ? അതേപോലെ തന്നെ അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരത്തില്ല. ഓത്തിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ അധികവും. അപ്പോൾ എങ്ങനെ മണിക്കേണ്ടത് ഇവിടെ? യൻഷു. ഓക്കെ. ഇനി നമുക്ക് നിയമം പറയാം. എങ്ങനെ? നൂൻ സാക്കിൻ ഇഖ്ഫ. സാക്കിനായ നൂൻ ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഷീൻ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മറച്ചു മണിച്ചോദനം. മാഷാ അല്ലാഹ്. ഇനി അടുത്ത നിയമം എന്താണ്? റാവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. ഇവിടെ റായിനെ ഖനപ്പിക്കണോ ലഘുവാക്കണോ? എന്തുകൊണ്ട് ഖനപ്പിക്കണം? ആർക്ക് വന്നു ഫതഹ്? റായിന് ഫതഹ് വന്നു, ലാമിന് ഫതഹ് വന്നു. റായിന് ഫതഹ് വന്നു. എൻഷുർ എന്നുള്ളതിലോ ദമ്മോ സുക്കൂനല്ലേ വന്നിരിക്കുന്നത്? റായിന് സുക്കൂൻ വന്നാൽ പിന്നെ നമുക്ക് എന്താ അടുത്ത പണി? എന്താ? മുമ്പിലേക്ക് പോകണം. റായിന് ഫതഹോ ദമ്മോ വന്നാൽ കനപ്പിക്കണം എന്നുള്ളതാണ് ബേസിക് നിയമം. ഈ റായിന് സുക്കൂനാണ് വരുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മുന്നിലേക്ക് നോക്കണം. ഇപ്പം മുന്നിലേക്ക് നോക്കുന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനി ഇടയ്ക്ക് പിച്ചപ്പോൾ പിന്നിലേക്ക് നോക്കേണ്ടി വരും. അത് പഠിപ്പിച്ചിട്ടില്ല സ്ഥലം വരാത്തതുകൊണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? സുക്കൂണിലെ റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ദമ്മോ വന്നാൽ റായിനെ കനപ്പിക്കണം എന്ന് പഠിച്ചിരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ എന്ത് ചെയ്തിരിക്കുന്നു? യൻഷുർ എന്ന് പറയുമ്പോൾ റായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരം ഷീനാണ്. അതിനെന്ത് വന്നിട്ടുണ്ട്? ദമ്മു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഓതണം? കനപ്പിച്ച് ഓതണം.
കനപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യൻഷുർ. റായിന്റെ സൗണ്ടോടുകൂടി പറയുക. ഇനി ലഘുവാക്കുക എന്ന് പറഞ്ഞാലോ രാ എന്ന് സൗണ്ടിൽ പറയുക. യൻഷുർ എന്ന് പറയരുത്, യൻഷുർ. എന്താ സംശയം ഉണ്ടോ? എന്താണ്? കട്ടി കൂട്ടണമെന്നോ? കട്ടി കൂട്ടരുത്. കട്ടി കൂട്ടുന്ന എപ്പോഴാ? കട്ടി കൂട്ടേണ്ട എപ്പോഴാ? ഷദ്ദ് വരുമ്പോഴാണ്. ഓക്കെ. പിന്നെ ഇനി അടുത്ത നിയമം യൻഷുർ ലക്കും, ലക്കും റബ്ബുക്കും. ലക്കും റബ്ബുക്കും ഈ രണ്ട് പദത്തെ ചേർത്ത് പറയുമ്പോൾ എത്ര നിയമം വരുന്നുണ്ട്? എത്ര നിയമം ഉണ്ടാവും? എത്ര നിയമം? 2 നിയമം അല്ലേ? നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? 3 എന്താ പറഞ്ഞ പോലെ തോന്നി? എവിടെ? ലക്കും റബ്ബുക്കും. ലക്കും റബ്ബുക്കും എത്ര നിയമമുണ്ട്? 2 നിയമം. 3 നിയമം ഇല്ല. അത് അടുത്ത ജയിച്ചിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ലക്കും റബ്ബുക്കും എത്ര നിയമം ഉണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ നിയമം ഏതാണ്? സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? റാ വന്നിട്ടുണ്ട് അല്ലേ? ഏത് നിയമം ഇവിടെ വരിക സാക്കിനായ മീമുമായിട്ട് ബന്ധപ്പെട്ട്? ഏതാ നിയമത്തിന്റെ പേര്? ഇൽഹാർ ഷഫവി. ഈ ഇൽഹാർ ഷഫവി എന്നുള്ള നിയമം അറിയാതെ പോകരുത്. അതറിയാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ ക്ലാസ് എടുത്ത് വെറുതെ എന്ന് പറഞ്ഞത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള നിയമമാണ്. എന്താ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, സുക്കൂണുള്ള മീമിന് ശേഷം ബാ മീമല്ലാത്ത ഏതൊക്കെ അക്ഷരം വന്നോ, ബാ മീമല്ലാത്ത എത്ര അക്ഷരം ഉണ്ടാവും? പിന്നെ 26 അക്ഷരങ്ങൾ. അത് ഏത് വന്നാലും ഇൽഹാർ ഷഫവിയാണ് വരിക. എന്ത് ചെയ്യണം? ഇൽഹാർ വന്നാൽ എന്താ ചെയ്യുക? മണിക്കാതെ വ്യക്തമാക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എങ്ങനെ ഓതണം? ലക്കും റബ്ബുക്കും. ഇവിടെ നമുക്ക് നിയമം പറഞ്ഞു നോക്കാം. മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട റാ വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മറയ്ക്കാതെയോ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ. ലക്കും റബ്ബുക്കും. ഇനി അടുത്ത നിയമം റാവുമായിട്ട് ബന്ധപ്പെട്ട്. റായിന്റെ ബേസിക് നിയമം എന്താ? റായിന് ഫതഹ് വന്നതുകൊണ്ട് റായിന് എന്ത് ചെയ്യണം? കനപ്പിക്കണം. റായിന് ഷദ്ദ് വന്നാലോ കനപ്പിക്കണം, ലഘുവാക്കണോ? ഷദ്ദ് എന്നുള്ളൊരു ഹർക്കത്തെ അല്ല, ഹർക്കത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കനപ്പിക്കണോ ലഘുവാക്കണോ എന്ന് പറയുന്നത്. ഇനി റായിന് ഷദ്ദും ശേഷം കൂടത്തിൽ കസ്റ വന്നെങ്കിലോ റായിന് എന്താ ചെയ്യുക? ലഘുവാക്കുക ചെയ്യുക. അപ്പോൾ ഷദ്ദ് മാനദണ്ഡമേ അല്ല. ഓക്കെ. അത് ഹർക്കത്തല്ലാത്തതുകൊണ്ട് കട്ടി കൂട്ടണം. ഞാൻ റായിനെ കനപ്പിക്കണം ലഘുവാക്കുന്ന വിഷയത്തിൽ ആർക്ക് റോളില്ല? ഷദ്ദിന് യാതൊരു റോളും ഇല്ല. ലഘുവാക്കി തന്നെ ലഘുവാക്കി കട്ടി കൂട്ടുക, കനപ്പിക്കരുത്. ഇനി റബ്ബുകുമ്മി. റബ്ബുകുമ്മി എന്ന് പറയുമ്പം സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത അക്ഷരം വന്നാൽ. അപ്പോൾ ഇനി ബാ മീം അക്ഷരം വന്നാൽ എന്താ ചെയ്യുക? മീമ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാം ഷഫവി. ഇദ്ഗാം ബിഗുന്ന തന്നെയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ സാക്കിനായ മീമിന്റെ നിയമത്തിൽ ഇദ്ഗാം ബിഗുന്ന ഷഫവി എന്ന് പറയത്തില്ല. ഷോർട്ടായിട്ട് ഇദ്ഗാം ഷഫവി എന്ന് പറയും. കാരണം എന്താണ്? സാക്കിനായ മീമിന്റെ നിയമങ്ങളിൽ ഇദ്ഗാം ബിലാഗുന്ന എന്നുള്ള സാധനമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇദ്ഗാം ഷഫവി എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ ഇദ്ഗാം ബിഗുന്ന ഷഫവിയാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഈ ഒരു കാര്യം എപ്പോഴും കോമൺ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അറബിയിൽ ഒരേപോലത്തെ 2 അക്ഷരം വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇദ്ഗാം സംഭവിക്കും. ഒരേപോലത്തെ 2 അക്ഷരം വരികയും അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഏതെങ്കിലും ഹർക്കത്തായിക്കോട്ടെ, അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇദ്ഗാം ചെയ്യേണ്ടി വരും. അതായത് കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പോൾ അത് കണ്ടാൽ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കി സാക്കിനായ മീമിന് ശേഷം മീം വന്നു, 2 ഒരേപോലത്തെ അക്ഷരം വന്നു. ഇവിടെ എന്തായാലും ഇദ്ഗാം ചെയ്തേ പറ്റുള്ളൂ. ആ ഇദ്ഗാം എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ഇദ്ഗാം ഷഫവിയിൽ ഒരിക്കലും തെറ്റ് പറ്റൂല. പക്ഷെ മനസ്സിലായോ? ഒരേ അക്ഷരമേ ഉള്ളൂ, 2ഉം ഒരേ അക്ഷരം വന്നു. ഇനി സാക്കിനായ നൂന് ശേഷം നൂന് വന്നാലോ? അവിടെയും ഇദ്ഗാം തന്നെയാണ്, ഇദ്ഗാം ബിഗുന്ന. അവിടെയും ഒരേപോലത്തെ അക്ഷരം വരുന്നത് കൊണ്ട് ഇദ്ഗാം ചെയ്യുന്നു. ഇദ്ഗാം തന്നെ പല വിഭാഗം ഉണ്ട്. അതിൻ്റെ ഒരു വിഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരികയും അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാവുകയും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്താവുകയും ചെയ്തു എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇദ്ഗാം എന്തായാലും ചെയ്യേണ്ടി വരും. ഇദ്ഗാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അക്ഷരത്തെ മറ്റേ അക്ഷരത്തോട് കൂട്ടിച്ചേർക്കുക. ഏത് അക്ഷരമാണെങ്കിലും അറബിയിൽ ഏത് അക്ഷരങ്ങളും
ഒരേപോലത്തെ രണ്ടക്ഷരം വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന് രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്ത് ആകുകയും ചെയ്ത് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരത്തിൽ ലയിച്ചു. ഇനി രണ്ടാമത്തെ അക്ഷരത്തിനാണ് പ്രസക്തി, ആദ്യത്തെ അക്ഷരത്തിന് പ്രസക്തിയില്ല. പക്ഷേ ആ രണ്ടാമത്തെ അക്ഷരത്തെ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും? കട്ടി കൂട്ടി ഉച്ചരിക്കും. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ രണ്ട് അക്ഷരങ്ങളാണ്. ഷദ്ദു എന്ന് നമ്മളെന്താ ചെയ്യുക? കട്ടി കൂട്ടൂലേ? എന്തുകൊണ്ട്? രണ്ടക്ഷരങ്ങളുടെ സ്ഥാനത്താണ്. അതേപോലെ ഇവിടെയും സംഭവിക്കും. സുക്കൂണിലെ അക്ഷരത്തെ ഹർക്കത്തുള്ള അക്ഷരത്തോട് ചേർത്ത് അത് ഒന്നുപോലെ ആയിക്കഴിഞ്ഞാൽ എന്തായി? രണ്ടാമത്തെ അക്ഷരത്തെ നമ്മൾ ഷദ്ദോട് കൂടിയാണ് ഉച്ചരിക്കുക, കട്ടി കൂട്ടി ഉച്ചരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മളല്ലേ നിയമങ്ങൾ നമുക്ക് ഇനി ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇദ്ഗാം തന്നെ ഇദ്ഗാം മുത്തമാസിലൈൻ, ഇദ്ഗാം മുത്തഖാരിബൈൻ, ഇദ്ഗാം മുത്തജാനിസൈൻ ഉണ്ട്. പിന്നെ ഇദ്ഗാം താമുണ്ട്, ഇദ്ഗാം നാഖിസ് ഉണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാ പതിയെ 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 പഠിക്കാം. ഇപ്പം തന്നെ എല്ലാം ഇപ്പം തന്നെ തല ഇറങ്ങുന്നില്ലേ? അത് വേണ്ട. ഇപ്പോൾ ഒരു അടിസ്ഥാന കാര്യം ഇത്രയും മനസ്സിലാക്കി വെക്കുക. രണ്ടക്ഷരങ്ങൾ ഒരേപോലത്തെ രണ്ടക്ഷരങ്ങൾ വരികയും ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും വന്നാൽ ആദ്യത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യും? രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യും. ആ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെച്ചാലും മതി. ഏത് റബ്ബുകുമ്മി എന്നിടത്തും അത് തന്നെ സംഭവിക്കുന്നത്. സാക്കിനായ സുക്കൂണുള്ള മീമ് വന്നു, ശേഷം എന്തു വന്നു? ഹർക്കത്തുള്ള മീമ് വന്നു. രണ്ടും ഒരേ അക്ഷരമാണ്. നേരത്തെ പറഞ്ഞ ഇതാണ് നിബന്ധന ഉണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇവിടെ നിയമത്തിൻ്റെ പേരെന്താണ്? ഇദ്ഗാം ഷഫവി. സുക്കൂൻ ഇല്ലെങ്കിൽ സുക്കൂൻ ഇട്ടാട്ടെ, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ അത്. അപ്പോൾ ഇവിടെ നമുക്ക് നിയമം പറയാം. എന്താ? മീം സാക്കിൻ ഇദ്ഗാം ഷഫവി. സാക്കിനായ മീമി ശേഷം ഇദ്ഗാം ഷഫവിയുടെ എത്ര അക്ഷരം? ഒരേ അക്ഷരമേ ഉള്ളൂ, ഒറ്റ അക്ഷരം. അല്ലാഹുവേ, അക്ഷരമായ മീമ് വന്നത് ഞാൻ സാക്കിനായ മീമിനെ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? റബ്ബുകുമ്മി. ഓക്കെ. ഇപ്പം നമ്മൾ ആദ്യത്തെ മീമിനെ ഉച്ചരിച്ചോ? ഇല്ല. ആദ്യത്തെ മീമിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? രണ്ടാമത്തെ മീമിൽ ഇദ്ഗാം ചെയ്തതോടുകൂടി ആദ്യത്തെ മീമിന് പ്രസക്തിയില്ല. രണ്ടാമത്തെ മീം പ്രസക്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മീമ് ഇതിനുള്ളിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ മീമിന് കട്ടി കൂടി. ആ കട്ടി കൂടിയ മീമിനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് റബ്ബുകുമ്മി. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമം മിർ റഹ്മത്തിഹി. മിർ റഹ്മത്തി എന്നുള്ളത് സാക്കിനായ നൂന് വന്നിട്ടുണ്ട്. സാക്കിനായ നൂന് വന്നിട്ടുണ്ട്. ആ സാക്കിനായ നൂന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? റ. അപ്പോൾ ഏതായിരിക്കും നിയമം? ഇഖ്ഫാഓ. ഇഖ്ഫാ എന്ന് നമ്മൾ മറച്ച് മണിക്കണ്ടേ? മിർ റഹ്മത്തി എന്ന് പറയുന്നില്ലല്ലോ നമ്മൾ. മിർ റഹ്മത്തി എന്നല്ലേ? ഏതായിരിക്കും നിയമം? ഇദ്ഗാം ബിലാഗുന്ന. എത്ര അക്ഷരം ഉണ്ട് ഇദ്ഗാം ബിലാഗുന്നക്ക്? 2 അക്ഷരം. ലാം റ. ലാം റ. ഓക്കെ. സാധാരണഗതിയിൽ ഈ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ബിലാഗുന്ന നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ ഒരുമിച്ച് വെറും ഇദ്ഗാം എന്ന് മാത്രം പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് 6 അക്ഷരം വരും. അതായത് ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരവും ഇദ്ഗാം ബിലാഗുന്നയുടെ 2 അക്ഷരവും. എന്നിട്ട് ഈ 6 അക്ഷരങ്ങളെയും ഒരുമിച്ച് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പദം പറയും. യർമലൂൻ. യർമലൂൻ എന്ന് പറയും. 6 അക്ഷരം. അപ്പോൾ അതിനകത്ത് എന്തും പെട്ടു? ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം പെട്ടു, ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരവും പെട്ടു. ചില ഇനി അങ്ങനെ മനസ്സിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വെക്കാന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അല്ലേ? പിന്നെന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുന്നറിയോ? ആദ്യം ഇങ്ങനെ പറയും ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണെന്നൊക്കെ പറയും. അതിൻ്റെ 6 അക്ഷരങ്ങൾ പറയും. അത് കഴിഞ്ഞ് പിന്നെന്ത് പറയും? ഇദ്ഗാം 2 വിഭാഗം ഉണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു തന്നെയാണ്. അത് നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ച് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? സാക്കിനായ നൂന് ശേഷം റാ വന്നു. റാ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിലാഗുന്നയാണ്. ഇദ്ഗാം ബിലാഗുന്ന 2 അക്ഷരങ്ങൾപ്പെട്ട അക്ഷരമാണ് റാ. എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിലാഗുന്ന വന്നാൽ എന്താ ചെയ്യല്? ഇദ്ഗാം വന്നാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടിച്ചേർക്കണം. പിന്നെ ബിലാഗുന്ന ആകുമ്പോൾ മണിക്കാതെ കൂട്ടിച്ചേർക്കണം. ഓക്കെ. അപ്പം എങ്ങനെയാ? മിർ റാ. മണിക്കരുത്. മിർ റാ. ഇവിടെ നോക്കിയേ, ഇവിടെ ഇദ്ഗാം സംഭവിച്ചില്ലേ? സുക്കൂനുള്ള നൂനിനെ എന്ത് ചെയ്തിരിക്കുന്നു? റായിലേക്ക് ഇദ്ഗാം ചെയ്തു. ഇനി നൂന് പ്രസക്തി ഉണ്ടോ? ഇല്ല. നമ്മൾ മിൻ റാ എന്നാണ് പറയുന്നത്. നൂനിന് നമ്മൾ സൈലന്റ്, നൂനെ ഇല്ലേ ഇല്ല. മിർ റാ എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇദ്ഗാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ അക്ഷരത്തിന് പ്രസക്തി ഇല്ലാതാവും. ഓക്കെ. മിർ റാ. ഓക്കെ. അപ്പോൾ നിയമം പറഞ്ഞു നോക്കാം. നൂൻ സാക്കിൻ ഇദ്ഗാമും
ബിലാഗുന്ന. സാക്കിനായ നൂന് ശേഷം ഇദ്ഗാം ബിലാഗുന്നയുടെ രണ്ടക്ഷരങ്ങളിൽപ്പെട്ട റ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ നിങ്ങൾ മറക്കൽ ഇതിൽ വിടുന്നില്ല, എല്ലായിടത്തും മറക്കൽ വരുന്നുണ്ട്. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. മിർ റ. അതേപോലെ തന്നെ റായിന്റെ നിയമം അവിടെ വരും അല്ലേ? റായിന് ഫതഹ വന്നതുകൊണ്ട് റായിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. മിർ റഹ്മത്തി. ഇനി മിർ റഹ്മത്തിഹി, ഹായിന് എന്ത് വന്നിട്ടുണ്ട്? കസറും ശേഷം സുക്കൂണിലെ യാവും വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന നിയമം പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് ഹുറൂഫുൽ മദ് പറയണം. ഇവിടെയുള്ള ഏത് മദ്ദ? മിർ റഹ്മത്തിഹി അസ്ലിയാണ്. എന്തുകൊണ്ട് അസ്ലിയാണ്? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂൻ ശബ്ദമൊന്നും വന്നിട്ടില്ല. അപ്പം എത്ര അലിഫാണ് നീട്ടേണ്ടത്? ഒരലിഫ്. മിർ റഹ്മത്തിഹി വ. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? മിർ റഹ്മത്തി അവിടെ നിർത്തിയിട്ട് നിർത്താണെങ്കിൽ എങ്ങനെ നിർത്താം? അങ്ങനെ നിർത്തണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ 1.5 വരിയായി. അവിടം വരെ എത്തുമോ? ലാസ്റ്റ് വരെ എത്തുമോ? 2 വരി പൂർത്തിയായിട്ട് എത്തുമോ ഒറ്റ ശ്വാസം? പിന്നെ അപ്പോൾ നിർത്തണം. മിർ റഹ്മത്തി ഹി നിർത്തരുത്. മിന്ന് മണിക്കരുത് എന്നാ പറഞ്ഞത്. മിർറ. ഇനി നമുക്കൊന്ന് ഓതി നോക്കാം, എവിടം വരെ എത്തും നോക്കാം. തീർക്കുന്നതിന് വിഷയമല്ല, എന്തായാലും തീർക്കും. പക്ഷെ ഒറ്റ ശ്വാസത്തിൽ കിട്ടുമോ എന്നുള്ളടത്താണ് വിഷയം. ഓക്കെ. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ. അവിടം വരെ മതിയോ? ഒന്ന് അവിടം വരെ ഒന്ന് ഓതിക്കുക നിയമം അനുസരിച്ച്. ഇവിടെ നിങ്ങൾ ഓതിയ സമയത്ത് 1-2 ആൾക്കാർ ഓതിയത് വഇദി അഅ്തസൽതും എന്നാ ഓതിയത്. വഇദി അഅ്തസൽതുമൂഹും എന്നുണ്ട് കേട്ടോ. വഇദി അഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ ഫഅ്വൂ ഇലൽ കഹ്ഫ്. യൻശുർ ലക്കും എത്തുമോ? ഉറപ്പാണോ? എന്നാ ഒന്നും കൂടെ. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ നിർത്തുക. ഓക്കെ, ഒന്നും കൂടെ. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ. ഇനി ആദ്യം ഒരാൾ ഓതി നിങ്ങളൊന്ന് ഓതി. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ. തുടക്കത്തിലെ വാക്കൊന്ന് ഓതിക്കേ. وَإِذِ اعْتَزَلْتُمُوهُمْ. ഓക്കെ. അടുത്ത ആരോ ഓതുക? ഓതി. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ. ഇനി ഒന്നും കൂടെ ഓതി. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا. അവിടെയാണ് വിഷയം. ഫഅ്വൂ അല്ല, കൽക്കലയില്ല. ഫഅ്വൂ ആണ്. ഫഅ്വൂ. അങ്ങനെ. യൻഷുർ ലക്കും എന്നല്ലല്ലോ പറയുന്നത്. എങ്ങനെ? നൂന് ഉച്ചരിക്കാൻ പാടില്ല. അവിടെ ഇഖ്ഫ അല്ലേ, മറയ്ക്കണം. യൻഷു ആണ്, യൻഷു അല്ല. യൻഷു. നൂനിന്റെ സൗണ്ട് വരാൻ പാടില്ല, പൂർണ്ണമായിട്ട് വരാൻ പാടില്ല. എങ്ങനെ വരാൻ പാടില്ല? യൻഷു എന്ന് മണിക്കരുത്. യൻഷു. നൂനെ മറച്ചു പിടിക്കണം. ഒന്നുകൂടെ. ഓക്കെ. അടുത്ത ആരോ ഓതുക? ഇല്ലല്ലാഹ് യഅ്ബുദൂന ഇല്ലല്ലാഹ
ينشر لكم ഫ ഊ എന്ന് പറഞ്ഞേ فأووا ഫ ഊ ആണ് ഫ ഊ ടക് ആണ്. فأووا إليك ഈ മാമ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓതാൻ പേടിയുള്ള സുഹൃത്ത് ഏതാണെന്നറിയോ? എല്ലാവർക്കും അറിയുന്ന സുഹൃത്ത്, സ്ഥിരമായിട്ട് ഓതുന്ന സുഹൃത്ത് യാസീന്, വാക്കിയ, കഹ്ഫ്, ഇതൊക്കെ ഓതാനെ പേടി. എന്ന് വെച്ചാൽ പുറകിരിക്കുന്ന ആൾക്കാർ കുറച്ചൊക്കെ അറിയാൻ പറ്റും. പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചതാണ്. നമുക്ക് എവിടെയെങ്കിലും അറിയാതെ ഒന്ന് മിസ്റ്റേക്ക് വന്ന് രണ്ടാമത് ഓതാനുള്ള അവസരം പോലും തരത്തില്ല. അറിയുന്നതാണെങ്കിൽ അപ്പം തന്നെ വെക്കി നിർത്തില്ല. മറ്റേത് നമ്മൾ ഖുറാൻ്റെ ആയത്തിൽ തൗറാത്ത് ഓതിയാലും ആരും അറിയില്ല. ഈ വൈദ്യുതി ഈ ഒരു ഒറ്റ വേർഡാണ് അല്ലേ? ഇത് എന്നുള്ളത് ഒരു വേർഡ്, യഅ്തസൽതുമൂഹും എന്നുള്ളത് ഒരു വേർഡ്. ഇതിനൊന്നും ഒരു പ്രത്യേകതയില്ല. ആ ഒരു വേർഡിന് ഏറ്റവും വലിയ ഒറ്റ വേർഡിനാണ്. അത് നമ്മൾ മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 11 അക്ഷരം, എത്ര അക്ഷരം? യഅ്തസൽതുമൂഹ് എന്നുള്ളതിൽ അത് തന്നെയാണോ വേർഡ്? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ഇനി അടുത്ത ആയ ഓതുക നമ്മൾ. താത്തായിന് ദമ്മാണ് തു. അവിടെ ഫ വു, ആ വാവ് പ്രത്യേകം ഉച്ചരിക്കണം. ഫ വു. ഒന്നുകൂടെ പറയൂ. وإذا اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم. വമാ യഅ്ബുദൂന പറഞ്ഞില്ലേ? അവിടെ ഉള്ളത് ഏത് ഐനാണോ അതേ ഐൻ തന്നെ വഇദ അഅ്തസൽതുമൂഹും. അവിടെയുള്ള ഐൻ ശരിയായില്ല. വഇദ ഓക്കെ. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم. വഇദ അഅ്തസൽതു, അവിടെ നിങ്ങൾ ഐനിനെ കൽക്കല ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കി. വഇദ അഅ്തസൽതു, ഇപ്പം നിങ്ങൾ കൽക്കല ചെയ്യുന്നുണ്ട് ഇവിടെ. വഇദ അഅ്തസല വഇദ യഅ്ബുദൂന പറഞ്ഞു. യഅ്ബുദൂന അവിടെ നിങ്ങൾ പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. ആ ഴീല് സമയം എടുക്കുന്നത് നിങ്ങൾ. വഇദ അഅ്തസൽതുമു അല്ല വഇദ അഅ്തസൽതു. കൽക്കല വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴും കൽക്കല വരുന്നുണ്ട്. وإذ اعتزلت ولا وإذ اعتزلت ولا وإذ اعت وإذ اعت وعي لا وإي കൽക്കല വരുന്നത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒന്നുകൂടെ ചോദിക്കും ബാക്കിയുള്ളത്. ഇത് اعتزلتموهم وما وإذ اعتزلتموهم وما يعبدون إلا الله فأووا ولا فأو همزة فأووا إلى الكهف ينشر لكم. ഇത് اعتزلتموهم മാത്രമേ പ്രശ്നം. ഇത് കറക്റ്റ്. ഓക്കെ, അബ്ദുറഹ്മാൻ സാഹിബേ ഒന്ന് ഓതി നോക്കിയേ. നിങ്ങളെ ഓത്ത് വെക്കാൻ നമുക്ക് താല്പര്യം. وإذا اعتزلتموهم وما يعبدون إلا الله فأووا إلى ആദ്യം ഫ കഴിഞ്ഞിട്ട് ഹംസ അതിന് വാവ്. ഒന്നുകൂടെ ഈ വാക്ക്. ഞാനും ഓതാൻ ബാക്കി നിങ്ങൾ ഓതിയിട്ടില്ലല്ലോ. നിങ്ങൾ ഓതിയോ? وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم. നിങ്ങൾ കുറച്ചൊരു സ്പീഡ് കൂടുതലുണ്ടല്ലോ നിങ്ങൾക്ക്. ആ ആ ഫ ഊ നോക്കിയേ. അവിടെ കൽക്കലില്ല. ഫ ഊ അല്ല, ഫ ഊ ഫ ഊ. കഹ്ഫിയുടെ അവിടെ തന്നെ കഹ്ഫി ഇല്ല, കഹ്ഫി. ഹായിന് സുഖം കൽക്കലയില്ല. മാഷാ അല്ലാഹ്. ആ
ഓക്കെ, ഇനി എല്ലാം ഒതിയില്ലേ? ഒതിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് തീർത്തിട്ട് ബാക്കിയുള്ളത് നോക്കാം. നമ്മൾ എവിടം വരെ നിയമം പറഞ്ഞിരുന്നത്? റബ്ബുക്കൊക്കെ കഴിഞ്ഞു, മിർ റഹ്മത്തിഹിയും കഴിഞ്ഞു. ഇനി വയുഹയ്യ് ലക്കും, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. വയുഹയ്യ് ഇടയിൽ ഹംസ വരുന്നുണ്ട്. വയുഹയ്യ് എന്നായി പോരുത്. ഏതുപോലെ ഫഊന്ന് ഓതാൻ പാടില്ലെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ ഇവിടെയും വയുഹയ്യ് ലക്കും എന്നാണ്. വയുഹയ്യ് ലക്കും എന്ന് ഓത് തെറ്റാകും. കൽക്കല വരാൻ പാടില്ല, ഹംസ ഒഴിവാക്കാനും പാടില്ല. വയുഹയ്യ് ലക്കും എന്നല്ല, വയുഹയ്യ് ലക്കും. ഓക്കെ, ഇനി അതായിട്ട് ലക്കുമ്മി. ലക്കുമ്മിലെ നിയമം, ഈ നിയമം നമ്മൾ ഇവിടെ വന്നതാണ്. ഏതാ? ഇദ്ഗാം ഷഫവി. വെറും ഷഫവി അല്ല, ഇദ്ഗാം ഷഫവി. സാക്കിനായ മീമിന് ശേഷം മീം വന്നിരിക്കുന്നു അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ഷഫവി വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. നിയമം പറയാം. മീം സാക്കിൻ ഇദ്ഗാം ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇദ്ഗാം ഷഫവിയുടെ എത്ര അക്ഷരങ്ങൾ? അക്ഷരമായ മീം വന്നിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സാക്കിനായ മീമിന് നിയമങ്ങൾ സിമ്പിളാണ്. ആകെ 3 നിയമമേ ഉള്ളൂ. അതിൽ വലിയ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏത്? ഇൽഹാർ ഷഫവി, 26 അക്ഷരങ്ങൾ. സാക്കിനായ മീമിന് ശേഷം വന്ന് എന്ത് നോക്കിയാൽ മതി? ബാ മീം അല്ലാത്ത അക്ഷരമാണോ നോക്കുക. ബാ മീം അല്ലാത്ത ഏത് അക്ഷരം ആയിക്കോട്ടെ, ഇൽഹാർ ഷഫവി, 26 അക്ഷരങ്ങൾ. വലിയൊരു കഴിഞ്ഞില്ലേ? ഇനി ആകെ എത്ര അക്ഷരമേ ഉള്ളൂ? 2 അക്ഷരവും 2 നിയമം ബാക്കിയുള്ളൂ. ഏതൊക്കെയായിരിക്കും? ഒന്ന് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലുള്ള നിയമവും, സാക്കിനായ മീമിന് ശേഷം മീം വന്നുള്ള നിയമം. സാക്കിനായ മീമിന് ശേഷം മീമാണ് വരുന്നത് എങ്കിൽ ഇദ്ഗാം ഷഫവി. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ഷഫവി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേപോലത്തെ 2 അക്ഷരം വരികയും ആദ്യത്തെ അക്ഷരത്തിൽ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ ആ കാര്യം ഓർത്തു വെച്ചാലും മതി. അപ്പോൾ ഇദ്ഗാം ഷഫവി. ഇനി അപ്പോൾ 2 നിയമമായി. ഇൽഹാർ ഷഫവിയും കഴിഞ്ഞു, ഇദ്ഗാം ഷഫവിയും കഴിഞ്ഞു. ഇനി എത്ര അക്ഷരം നമുക്ക് ബാക്കിയുള്ളൂ? ഒരേ ഒരു അക്ഷരം. അതായത് ബാ വന്നാൽ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ഷഫവി. ആകെ 3 നിയമമേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ലക്കുമ്മി എന്ന് ഓതണം. എങ്ങനെ? ലക്കുമ്മി. അത് കഴിഞ്ഞിട്ട് മിൻ അംരി. മിൻ അംരിക്കും എന്നുള്ളിടത്ത് എത്ര നിയമമുണ്ട്? ഇത്ര നോക്കിയാൽ മതി. മിൻ അംരിക്കും എന്നുള്ളതിൽ മൊത്തത്തിൽ എത്ര നിയമമുണ്ട്? നല്ലത് നോക്കിയോ. 2 ഉള്ളോ, 5 ഉണ്ടോ, 4 ഉണ്ടോ, 3 ഉണ്ടോ? മിൻ അംരിക്കും എന്നുള്ളിടത്ത് എത്ര നിയമമുണ്ട്? മിൻ അംരിക്കും. മീമ് വരത്തില്ല. 3 ഉണ്ട്. ഒന്ന് മിൻ ആ. സാക്കിനായ നൂന് ശേഷം ഹംസ വന്നു. എന്താ നിയമം? ഇൽഹാർ, സാദാ ഇൽഹാർ. 6 അക്ഷരങ്ങളുള്ളത് അല്ലേ? പിന്നെ അതിന് മുമ്പ് നിയമമില്ലേ? അംരി. അംരി സാക്കിനായ മീമില്ലേ? സാക്കിനായ മീമില്ലേ? അപ്പം 3 ആയില്ലേ? അപ്പോൾ ആദ്യത്തെ നിയമം ഏതാണ്? മിൻ. ഏതാണ്? മിൻ ആ എന്ന് പറയുമ്പം ഇൽഹാർ ഉണ്ട്. നിയമം പറയാം. നൂൻ സാക്കിൻ ഇൽഹാർ. സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഇപ്പോഴും നിങ്ങൾ മറക്കുന്നുണ്ട്. മിൻ ആ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അംരി എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ഏത് നിയമം പറയേണ്ടത്? റായിൻ്റെ നിയമം പറയണോ, മീമിൻ്റെ നിയമമാണോ? ആദ്യം മീമിൻ്റെ നിയമം പറയുക. കാരണം ആദ്യത്തെ അക്ഷരം മീമാ വന്നിരിക്കുന്നത്. സാക്കിനായ മീമിന് ശേഷം റാ വന്നാലും നിയമം ലഘു അല്ല. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. സാക്കിനായ മീമിന് ശേഷം 2 അക്ഷരങ്ങൾ ഒഴികെ ബാക്കി ഏത് അക്ഷരം വന്ന ഏതാ നിയമം? സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്ന ഏതാ നിയമം? ഇൽഹാർ. ഇൽഹാറാണ് ഷഫവി എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? മീമിൻ്റെ നിയമമായിട്ട് പറയുന്നു. ഇൽഹാർ എന്നുള്ള ഓർത്തു വെക്കുക. ഇൽഹാർ ഷഫവി. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അംരി. അതുകൊണ്ടാണ് നമ്മൾ അംരി എന്ന് മണിക്കാതെ വ്യക്തമാക്കി ഓതുന്നത്. ഇദ്ഗാമിന് മീം. എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷഫവി എന്നുള്ളത് എന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്? കാരണം അതല്ലാത്ത വേറെ ഇദ്ഗാം ഇഖ്ഫാ നമുക്ക് വേറെ ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഒന്നിനെ ഷഫവി എന്ന് പറയുന്നത്, മിന്നുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അംരി. അപ്പം ഇൽഹാർ ഷഫവിയുടെ നിയമം അവിടെ കഴിഞ്ഞു.
അത് ഇനി അടുത്ത നിയമമായി തന്നെ അംരി, റായിന് കസർ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ലഘുവാക്കി അംരി എന്ന് വേണം ഉച്ചരിക്കുക, അംറി എന്ന് പറയരുത്. ഓക്കെ, ഇനി അംരി കുമ്മി. അടുത്ത ചോദ്യം വരാൻ പോവുക. അംരി കുമ്മി, അവിടെ നോക്കിയേ, സാക്കിനായ മീമ് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് മീമ്. എന്തായിരിക്കും നിയമം? ഇദ്ഗാം ഷഫവി. ആണോ? സാക്കിനായ മീമ് ശേഷം മീം വന്നാൽ ഇദ്ഗാമാണ്, ഇദ്ഗാം ഷഫവിയാണ്. എന്ത് ചെയ്യണം? മണിച്ച്, അവിടെ നിങ്ങൾ മറയ്ക്കും, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഇനി അടുത്തത് മിർഫഖ. മിർഫഖ എന്നുള്ള പദത്തിൽ നിയമമുണ്ടോ? റായിന് നിയമമുണ്ട്, പിന്നെ വഖഫിന് നിയമമുണ്ട്. റായിന് നിയമം എന്താ ഇവിടെ വരിക? റായിനെ കനപ്പിക്കണോ ലഘുവാക്കണോ? റായിന് ശേഷോ? വെറും റാന്ന് പറഞ്ഞാൽ പോരാ, സുക്കൂനുള്ള റായിന് മുമ്പ്. കാരണം എന്താ? റായിന് കസർ വന്നാൽ, ഇരട്ട കസർ വന്നാലൊക്കെ റായിന് ലഘുവാക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. റായിന് സുക്കൂൻ വരുമ്പോഴാണ് മുന്നിലേക്ക് നോക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നതിനാൽ, സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നതിനാൽ റായിന് എന്ത് ചെയ്യണം? ലഘുവാക്കി ഉച്ചരിക്കണം. ഓക്കെ, മിർഫഖ. ലഘുവാക്കുന്നത് എങ്ങനെയാ? അപ്പൊ എങ്ങനെ? മിർന്നല്ലോ, ലഘുവാക്കല്ലേ ചെയ്യേണ്ടത്? നിയമം എന്താ? സുക്കൂണ റായി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? നമ്മള് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിലേക്ക് നോക്കണ്ടേ? തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്താ ഉള്ളത്? കസർ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വേറെ വിഷയമുണ്ട്. എപ്പോഴും എല്ലാ സമയത്തും സുക്കൂണ റായിന് മുമ്പ് കസർ വന്നു കഴിഞ്ഞാൽ ലഘുവാക്കല്ലേ ചെയ്യണം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, റായിൻ്റെ എല്ലാ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? സുക്കൂണ റായിന് മുമ്പ് കസർ ആണെങ്കിലും തൊട്ട് ശേഷം ഉള്ളൊരു അക്ഷരത്തെ കൂടെ നോക്കേണ്ട ഒരു അവസരം വരും. ഇവിടെ ആ അവസരം അല്ല. അല്ല, ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച നിയമത്തെ അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഓതുക. അങ്ങനെ നമ്മൾ എന്തൊക്കെ ഓതിക്കണ്? ഓക്കെ, വ്യക്തമാക്കുന്നത് ഇൽഹാറിലാണ്. ഇവിടെ ഇൽഹാറില്ല, ഇല്ല. ഇവിടെ നമ്മൾ ഇതാണ് ലഘുവാക്കി മിർഫഖ എന്ന് വേണം ഓതാൻ. അത് നമ്മൾ നിങ്ങൾ തന്നെ പറയോ? എങ്ങനെയായിരിക്കും വഖഫ് ചെയ്യുക? നിങ്ങൾ പറയാൻ നമുക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടാണ് കാരണം? കാഫിന് എന്ത് വന്നിട്ടുണ്ട്? മാഷാ അല്ലാഹ്. ഇരട്ട ഫത്തഹുള്ള അക്ഷരത്തിൽ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്തഹാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു അലിഫ് നീട്ടി നിർത്തണം. അപ്പം എങ്ങനെ ഓതണം? നിലനിർത്തിയിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നീട്ടേണ്ടി വരും. മീമിന് മുമ്പിലേക്ക് ഇങ്ങനെ നോക്കുന്നത്, നമ്മൾ ശേഷത്തിലേക്കാണ് നോക്കുക. സാക്കിനായ നൂനും തൻവീനും അതുപോലെ തന്നെ സാക്കിനായ മീമിലൊക്കെ നിയമത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശേഷമുള്ള അക്ഷരത്തിൽ നോക്കിയിട്ടാണ്. അങ്ങനെ പിന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും സാക്കിനായ മീമിൻ്റെ നിയമങ്ങളൊക്കെ ശേഷത്തിലേക്ക് നോക്കുന്നു. അള്ളാ എന്ന വാക്കിലും റായിൻ്റെ നിയമത്തിലേക്കാണ് എങ്ങോട്ട് നോക്കുന്നത്? മുമ്പിലേക്ക് നോക്കുന്നത്. ഇവിടെ മീമിന് സുക്കൂനും ശേഷം എന്താ വന്നിരിക്കുന്നത്? റാ. അപ്പം ഏതാ നിയമം? സാക്കിനായ മീമിന് ശേഷം റാ വന്ന ഏതാ നിയമം? എന്ത് ഷഫവി? ഇൽഹാർ ഷഫവി. അതുകൊണ്ടാണ്, അല്ലാതെ തൊട്ട് മുമ്പിൽ ഹംസ വന്നതുകൊണ്ടല്ല. ശേഷം ബാ മീം അല്ലാത്ത അക്ഷരം വന്നതുകൊണ്ടാണ് ഇവിടെ ഇൽഹാർ ചെയ്യുന്നത്. അവിടെ അങ്ങോട്ട് നോക്കരുത്, ബേക്കിലേക്ക് നോക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എൻഷുറിലക്കും വരെയല്ലേ നിർത്തിയത്. ഇനി നമുക്ക് എൻഷുറിലക്കും മുതൽ എടുത്തു തോന്നണം. കാരണം നമ്മൾ വഖഫില്ലാ സ്ഥലത്തല്ലേ നിർത്തിയത്, എൻഷുറിലക്കും മുതലേ നിർത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ മുതൽ നോക്കണം. ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. എത്തുവോ? എവിടെ നിർത്തണോ? ഒന്നും കൂടെ.
ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. ഓക്കെ, ആരോ ഓതുക? ينشر لكم ربكم من ആ അവിടെ എന്താ നിയമം? من رحمة മിർ റഹ്മതി. ينشر لكم ربكم അവിടെ മണിക്കരുത്. ഇൻഷുല്ലക്കും റബ്ബുക്കും ഇല്ല. لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. മിർഫഖ എന്ന് ഒറ്റ നിർത്തരുത്. മിർഫഖ അല്ല, ഈ ഇതിനകത്ത് കുറച്ചധികം നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പം മണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി. അല്ലെ ഒന്നിൻ്റെ ഇടയിൽ ചിലപ്പോൾ പ്രയാസപ്പെടും. മണിക്കേണ്ട എവിടെ, മണിക്കേണ്ടാത്ത എവിടെ, നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോളി. ينشر لكم ربكم من അവിടെ رحمته റബ്ബുക്കുമ്മിൽ മണിക്കാനുണ്ട്. ينشر لكم ربكم من رحمته ويهيئ لكم من أمركم വയുഹയ്യി ലകുമ്മി. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഇടയിൽ നിർത്തിയിട്ടില്ലെങ്കിലേ മിർ റഹ്മത്തിഹി വയുഹയ്യിൽ നിർത്താം. എന്നിട്ട് വയുഹയ്യി മുതലെടുത്ത് ഓതിയാൽ മതി. ഓക്കെ, എങ്ങനെയാണ്? ينشر لكم ربكم من رحمته ويهيئ لكم നിർത്ത്. ഓക്കെ, അവിടെ വരുന്ന ചോദിക്കുന്നു കൂടെ. ينشر لكم ربكم من رحمته ويهيئ لكم. നിങ്ങൾ അത് ഒന്നുകൂടെ ചോദിക്കും. ينشر لكم അവിടെ ينشر لكم എന്താ വ്യത്യാസം? ينشر لكم ربكم من رحمته ويهيئ لكم. അവിടെ പോയാൽ മതി. ഇവിടെ നോക്കി, ഇത് റബ്ബുക്കും من رحمته. ഓക്കെ, ഇനി ആരാ അടുത്ത എഴുതുക? ينشر لكم ربكم من رحمته ويهيئ لكم ഒന്നുകൂടെ. ويهيئ لكم. ഓക്കെ, അടുത്ത്. ينشر لكم ربكم من رحمته ويهيئ لكم. ലാസ്റ്റത്തെ വാക്ക് പ്രശ്നം. ويهيئ لكم വയുഹയ്യി ലക്കും ആയി പോരുത്. വയുഹയ്യി ലക്കും. ഒന്നും കൂടെ. ويهيئ لكم. ഓക്കെ, യാസിർ സാഹിബ് നോക്കി. ഓക്കെ, അടുത്തൊരാള്. ينشر لكم ربكم من رحمته ويهيئ لكم. ينشر لكم ربكم من رحمته ويهيئ لكم. പ്രത്യേക ആവശ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ഈ മിർറ എന്ന് റായിനെ പരത്തി പറയത്തില്ല. മിർറ എന്ന് പറയത്തില്ല. മിർറ കുറച്ചൊന്ന് ബോൾഡാക്കിയിട്ട് മിർറ എന്ന് പറയാം. പരത്തി പറയരുത്, മിർറ എന്ന് പറയരുത്. ഓക്കെ, പൊതുവെ നമ്മുടെ ഓത്തിലൊക്കെ. ഓക്കെ, അടുത്ത നിങ്ങൾ ഓതിക്കോളൂ. ഒന്ന് ഉറക്കൊതിക്കോളി. എന്നാൽ ചാടിച്ചിട്ടില്ല. ينشر لكم ربكم من رحمته ويهيئ لكم. ലാസ്റ്റത്തെ വാക്ക് ويهيئ അതാണ്. വയുഹയ്യി ആണ്, വയുഹയ്യി അല്ല. അബ്ദുറഹ്മാൻ സാഹിബ്. ينشر لكم ربكم من رحمته മിൻ റഹ്മത്തി അല്ല, മിർറ. മിർറ رحمته ويهيئ لكم വയുഹയ്യി. لكم. ഓക്കെ, ഇനി ആരാ ഓതാൻ ബാക്കിയുള്ളത്? ഓതിയില്ലേ? ഇനി ഓതിയല്ലോ. ഇനി നമുക്ക് വയുഹയ്യി മുതലെടുത്ത് ഓതണം കേട്ടോ. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. ഓക്കെ, ويهيئ لكم من أمركم مرفقا. ഓക്കെ.
ويهيئ لكم من أمركم مرفقا ഓക്കെ ويهيئ لكم ഒന്ന് അവിടെ അവിടെ കൽക്കല വരുന്നുണ്ട് വയ്യു ഹയ്യ് ലക്കും എന്നായി പോരുത് വയ്യു ടക്ക് എന്ന് പറഞ്ഞാൽ എടുക്കണമല്ലോ വയ്യു ഹയ്യ് ലക്കും മിർ അല്ല മിദ് ويهيئ لكم من أمركم مرفقا മിസ്ഫ അവിടെ തന്നെ ഖാഫിലും തന്നെ മിസ്ഫക്കാന്ന് പരത്തി പറയരുത് ഖോ ഖോ മിർ മിസ്ഫഖോ ويهيئ لكم من أمركم مرفقا ഒതുക്കോ ويهيئ لكم من أمركم مرفقا ഓക്കെ ويهيئ لكم من أمركم مرفقا ويهيئ لكم من أمركم മിൻ അതിൽ മണിക്കൂല ല്ലേ? ويهيئ لكم من أمركم مرفقا ഒന്നും കൂടെ ويهيئ لكم من أمركم مرفقا മിർ അല്ല മിദ് മിദ് مرفقا ഓക്കെ ഇപ്പം നമ്മൾ ഏകദേശം ടൈം ആയല്ലോ അല്ലേ കൂടുതലായിട്ടില്ല നമ്മൾ അതൊക്കെ കറക്റ്റാണ് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്